ആഷിഖ് അബു സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. സംവിധാന മികവും മേക്കിങ്ങും എല്ലാം ഒന്നിനൊന്ന് മികച്ചതായാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ സാധിച്ച ഒരു സിനിമ കൂടിയാണ് റൈഫിൾ ക്ലബ്ബ്. ആഷിഖ് അബുവിന്റെ തിരിച്ചുവരവായിട്ടാണ് പ്രേക്ഷകർ ഈ സിനിമയെ കാണുന്നതും. ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വാണി വിശ്വനാഥ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ തിളങ്ങി നിൽക്കുകയാണ് ചിത്രത്തിലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. റൈഫിൾ ക്ലബിനോട് മത്സരിക്കാൻ 2 സിനിമകൾ കൂടി റിലീസായിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദന്റെ മാർക്കോയും സുരാജ് വെഞ്ഞാറമൂടിന്റെ ഇഡിയും. മലയാള സിനിമയിൽ പുതിയതായി രംഗപ്രവേശം ചെയ്ത ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആൻഡ് ഉണ്ണിമുകുന്ദൻ ഫിലിംസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് മാർക്കോ നിർമ്മിച്ചിരിക്കുന്നത്. ഹനീഫ് അദേനി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന മാർക്കോ നിറയെ വയലൻസ് ആണ്. ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. 18 വയസ്സിന് താഴെ പ്രായമുള്ളവരും മനസ്സിന് കരുത്തില്ലാത്തവരും മാർക്കോ കാണരുതെന്നാണ് സിനിമ കണ്ട പ്രേക്ഷകർ പറഞ്ഞത്. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് വയലൻസിന്റെ എക്സ്ട്രീം ലെവലാണ് മാർക്കോ എന്നാണ് റിപ്പോർട്ടുകൾ. സുരാജ് വെഞ്ഞാറമൂടിനെ നായകനാക്കി ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ഇഡിയും കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും സുരാജ് വെഞ്ഞാറമൂടിന്റെ വിലാസിനി സിനിമാസും സംയുക്തമായി ചേർന്ന് നിർമ്മിക്കുന്ന ഡാർക്ക് ഹ്യൂമർ ചിത്രമാണ് ഇഡി. ചിത്രത്തിൽ തീർത്തും വ്യത്യസ്തമായ ലുക്കിലുള്ള സുരാജ് വെഞ്ഞാറമൂടിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണമെന്ന് തോന്നുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന എക്സ്ട്രാ ഡീസന്റ് എന്നും മറ്റുള്ളവരാൽ വിലയിരുത്തപ്പെടുന്ന കഥാപാത്രമാണ് സുരാജ് വെഞ്ഞാറമൂടിന്റെ ബിനു. എന്നാൽ ഈ വിലയിരുത്തലിന് യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമില്ലെന്ന് പ്രേക്ഷകർ തിരിച്ചറിയുന്നിടത്താണ് ആമിർ പള്ളിക്കൽ കോമഡി വർക്കൗട്ട് ചെയ്തു തുടങ്ങുന്നത്. സുരാജ് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ആളാണ് ഇഡിയിലെ ബിനു. പ്രേക്ഷകർ ഈ 3 ചിത്രങ്ങളെയും ഒരുപോലെ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആര് നേടുമെന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.